ഇറാൻ ഇസ്രായേൽ വാറുമായി ബന്ധപ്പെട്ടിട്ട് ഇറാനിൽ നിന്ന് വരുന്ന വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തെ നടുക്കുന്നതായിരിക്കുന്ന വാർത്തയാണ്. മാത്രമല്ല ഇസ്രായേൽ പറയുന്ന കാര്യങ്ങളിൽ കഴമ്പുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ പറയുന്നതായിരിക്കുന്ന ഇറാനിൽ നിന്ന് വരുന്നതായിരിക്കുന്ന വാർത്ത. ഇറാൻ ഭരണകൂടത്തിൻ്റെ ആ മതഭരണകൂടത്തിൻ്റെ ക്രൂരതയെക്കുറിച്ച് ആർക്കും പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ടതായിരിക്കുന്ന ആവശ്യമില്ല. ഇറാൻ ലോകത്തിൻ്റെ മുൻപിൽ നന്മയുടെ വക്താക്കളാകാനായിട്ട് ശ്രമിക്കുകയാണ്. ഇറാനിയൻ ഗവൺമെൻറ് അവിടുത്തെ ജനതയോട് ചെയ്യുന്നത് എന്താണെന്നുള്ളതാണ്, അവിടുത്തെ ചെറുപ്പക്കാരോട് ചെയ്യുന്നത് എന്താണെന്നുള്ളതിൻ്റെ തെളിവാണ് ഈ കഴിഞ്ഞ ദിവസം നടന്നതായിരിക്കുന്ന ഒരു സംഭവം. അതായത് അവിടുത്തെ മൂന്ന് ചെറുപ്പക്കാരെന്ന് പറയുമ്പോൾ അതിൽ ഈ സാലെ മുഹമ്മദി എന്ന് പറയുന്ന ഒരു റെസ്ലറുണ്ട്. ഇറാനിലെ നാഷണൽ ചാമ്പ്യനാണ്. ഇറാന് വേണ്ടിയിട്ട് ബ്രോൺസ് മെഡലൊക്കെ നേടിയിട്ടുള്ളതായിരിക്കുന്ന ഒരു ചാമ്പ്യൻ റെസ്ലർ. ആ റെസ്ലർ കഴിഞ്ഞ ജനുവരിയിൽ നടന്നതായിരിക്കുന്ന പ്രൊട്ടസ്റ്റ്, ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള പ്രൊട്ടസ്റ്റിൽ പങ്കെടുത്തു. അതുപോലെ തന്നെ 2 പോലീസ് ഓഫീസേഴ്സിനെ കൊന്നു. മാത്രമല്ല ഇറാൻ്റെ രഹസ്യം ചോർത്തുന്നതിനായിട്ട് ഇസ്രയേലിനെയും അതുപോലെ തന്നെ അമേരിക്കയെയും സഹായിച്ചു, ചാരപ്രവൃത്തിയിൽ ഏർപ്പെട്ടു എന്നീ കുറ്റം ചുമത്തി ഈ പറയുന്നതായിരിക്കുന്ന സാലെ മുഹമ്മദീനെയും അതുപോലെ തന്നെ 2 മറ്റ് ചെറുപ്പക്കാരെയും കൂടി തൂക്കിലേറ്റി എന്നുള്ളത്. ഇറാൻ ചെയ്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 3 ചെറുപ്പക്കാരെയും പരസ്യമായിട്ട് എന്ത് ചെയ്തു, തൂക്കിലേറ്റി കൊന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് ചെയ്യുമ്പോൾ ഒരു രാജ്യത്തെ ജനതയോട് അവിടുത്തെ ഗവൺമെൻറ് അവരോട് ട്രീറ്റ് ചെയ്ത വിധമാണ് ഈ പറയുന്നത്. സ്വന്തം രാജ്യക്കാരോട് ഈ വിധമാണ് പെരുമാറുന്നതെങ്കിൽ പറയുന്നതായിരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ ന്യൂക്ലിയർ വെപ്പൺ പോലുള്ള സംഭവങ്ങൾ ഉണ്ടായാൽ ശത്രുക്കളോട് അവരെങ്ങനെ പ്രതികരിക്കും എന്നുള്ളത് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. സ്വന്തം പൗരന്മാരോട് ഒരു കരുണയും കൂടാതെ പരസ്യമായിട്ട് എന്ത് ചെയ്തു, തൂക്കിലേറ്റി കൊന്നു. അപ്പോൾ എന്തിനാണ് ഈ പരസ്യമായിട്ട് തൂക്കിലേറ്റി കൊല്ലുന്നത്? അവിടെ ഇറാനിയൻ ഗവൺമെൻറ്റിനെതിരായിട്ട് പ്രതികരിക്കുന്നതിൽ മഹാഭൂരിപക്ഷം അവിടുത്തെ യുവാക്കളാണെന്നുള്ളതാണ്. ജനങ്ങളിൽ ഭയം ജനിപ്പിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം, അല്ലാതെ മറ്റൊന്നുമല്ല. ഇങ്ങനെ പരസ്യമായിട്ട് തൂക്കുകയറിൽ തൂങ്ങിക്കിടക്കുന്ന ജഡം കാണുന്ന ഒരു മനുഷ്യൻ എന്തുണ്ടാവും, അവൻ്റെ വികാരം എന്തായിരിക്കും? അവന് ഭയം ഉണ്ടാവും. അവൻ ചിലപ്പോൾ നാളെ ഈ ഗവൺമെൻറ്റിനെതിരായിട്ട് പ്രൊട്ടസ്റ്റ് ചെയ്യാൻ ഇറങ്ങിത്തിരിക്കാനായിട്ട് ഇരിക്കുന്നവനായിരിക്കും. പക്ഷേ ഈ ഒരു വാർത്തയും ഈ ഒരു ചിത്രമൊക്കെ കാണുന്ന സമയത്ത് അവന് പിന്നെ അതിനുള്ള ധൈര്യം ഉണ്ടാകില്ല എന്നുള്ളതാണ് വാസ്തവം. ഇത് തന്നെയാണ് അവിടുത്തെ ഇറാൻ ഗവൺമെൻറ്റിന് വേണ്ടതായിരിക്കുന്ന കാര്യം. അതുപോലെ തന്നെ ഇറാൻ പലപ്പോഴായിട്ട് പറയുന്ന കാര്യമാണ് എന്ത്, അവർ പറയുന്നു ഞങ്ങൾ യുദ്ധം ജയിക്കുന്നു, നമ്മൾ യുദ്ധം ജയിക്കും, നമ്മൾ ഇന്നത് ചെയ്തു, അത് ചെയ്തു, ഇത് ചെയ്തു എന്ന് പറഞ്ഞ് ഇങ്ങനെ പെരുപ്പിച്ച് കാണിക്കുകയാണ്. ഇസ്രായേലിനെ തകർത്തു, ഇസ്രായേലിനെ ചാമ്പലാക്കി, നെതന്യാഹുവിനെ കൊന്നു എന്നുള്ള വാർത്തകൾ അവരുടെ മീഡിയയിലൂടെ അവരുടെ നാഷണൽ ന്യൂസിലൂടെയൊക്കെ എന്ത് ചെയ്യണം, പുറത്തുവിടുന്നതിലൂടെ അവിടുത്തെ ജനങ്ങളോട് പറയുകയാണ് ഞങ്ങൾ എന്താണ്, നമ്മൾ യുദ്ധം തോക്കുകയല്ല, യുദ്ധം ജയിക്കുകയാണെന്നുള്ളതാണ്. യുദ്ധം തോക്കുകയാണെന്നുള്ളൊരു മെസ്സേജ് അവിടുത്തെ ജനതയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ പ്രൊട്ടസ്റ്റ് ചെയ്യാനിരിക്കുന്നവർക്ക് ധൈര്യമാകും. അവർ പിന്നെ എന്ത് ചെയ്യും, ഈ ഭരണകൂടത്തിനെതിരായിട്ട് ഒരുമിച്ച് കൂടുകയും പ്രൊട്ടസ്റ്റ് ചെയ്യുകയും ചെയ്യും. ഒരുപക്ഷെ ഭരണകൂടം എന്ത് ചെയ്യും, താഴെ പോകാനും സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓൾറെഡി നെതന്യാഹുവും അതുപോലെ തന്നെ ട്രംപും ഈ യുദ്ധത്തിന് ഇറങ്ങിയപ്പോൾ തന്നെ പറഞ്ഞു റജീം ചേഞ്ചാണ് ഞങ്ങളുടെ ലക്ഷ്യം. അപ്പോൾ ഇത് അവരുടെ മനസ്സിലുണ്ട്, ഇറാൻ്റെ മനസ്സിലുണ്ട്. ഇത് എന്താണ് ഇവർ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ഫെസിലിറ്റീസ് എല്ലാം അടിച്ച് തകർക്കുക, അവരുടെ നേവിനെ തകർത്തു, എയർഫോഴ്സിനെ തകർത്തു, അവരുടെ എണ്ണപ്പാടങ്ങളിൽ ആക്രമിച്ചു, അതുപോലെ തന്നെ മറ്റു പല മിലിറ്ററി മേഖലകളിലും കേന്ദ്രങ്ങളിലുമൊക്കെ അവരടിച്ചു തകർത്തു. അപ്പോൾ ഇത് അവിടുത്തെ ജനങ്ങൾ അറിയുന്നുണ്ട്, തങ്ങളുടെ മേൽ ഇറാൻ്റെ മേൽ അവർ വിജയിച്ചു വരികയാണ് എന്നുള്ളൊരു തോന്നൽ അവിടുത്തെ ജനങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ അവർ ശക്തി ആർജിക്കുകയും അവർ ഈ റെജീം ചേഞ്ചിനായിട്ട് പോരാടുകയും ചെയ്യും. അതുകൊണ്ട് അത് വരാതിരിക്കാനാണ് ഇവർ നാഷണൽ മീഡിയയിലൂടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ ജയിക്കുന്നു, ഇസ്രായേലിനെ തകർത്തു, നെതന്യാഹുവിനെ കൊന്നു എന്നുള്ള നിലയിൽ. അതും ഒരു സൈക്കോളജിക്കൽ അപ്രോച്ച് ആണെന്നുള്ളതാണ്. അതായത് അവിടുത്തെ പേർഷ്യൻ ന്യൂ ഇയർ ഉണ്ട്, പേർഷ്യൻ ന്യൂ ഇയറിൻ്റെ മുൻപായിട്ടാണ് എന്ത് ചെയ്തത്, ഇവരെ തൂക്കിലേറ്റി കൊന്നെന്നുള്ളതാണ്. ജനാധിപത്യ ബോധമുള്ളതായിരിക്കുന്ന ഒരു ഭരണകൂടവും ഇങ്ങനെ പരസ്യമായിട്ട് സാഡിസ്റ്റ് രീതിയിൽ ഈ യുവാക്കളെ ഇങ്ങനെ തൂക്കിക്കൊല്ലുകയില്ല. ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിലാണ് അങ്ങനെ ഒരു രീതി സംഭവിക്കുന്നതെങ്കിൽ എന്തായിരിക്കും നമ്മളുടെ പ്രതികരണം എന്നുള്ളത്? നമ്മൾ അതിനെയൊക്കെ വിമർശിക്കും, ആ ഒരു രീതി ശരിയല്ല എന്ന് പറയും. നമ്മുടെ ഉള്ളിലെ ഒരു മാനുഷിക മൂല്യമാണെന്നുള്ളത്. മനുഷ്യനാണ്, അത് കുറ്റവാളിയാണേലും അല്ലേലും കിടക്കുന്നതാരാം ഒരു മനുഷ്യനാണ്, അവന് കൊടുക്കേണ്ടതായിരിക്കുന്ന ഒരു ബേസിക് റെസ്പെക്റ്റ് ഉണ്ട്, അത് കൊടുക്കണമെന്നുള്ളതാണ്. ആ ഒരു ബേസിക് റെസ്പെക്റ്റ് പോലും കൊടുക്കാതെ ഈ പ്രതികളെന്ന് പറയുന്നവരോട് ചെയ്ത ക്രൂരതയാണ് ഈ പറഞ്ഞത്. അങ്ങനെയെങ്കിൽ അവർ ആജന്മ ശത്രുക്കളായിട്ട് കാണുന്ന ഇസ്രായേലിനെ അവർ ഏത് വിധത്തിലായിരിക്കും ചെയ്യുക എന്നുള്ളതാണ്. ഇന്ത്യൻ ബേസ്ഡ് ആയിട്ടുള്ള ഹ്യൂമൻ റൈറ്റ്സ് സംഘടന പറയുന്നത് 6 ആഴ്ചക്കുള്ളിൽ ഇറാനിൽ 7000-ഓളം പേരെ കൊന്നുകളഞ്ഞു എന്നാണ് പറയുന്നത്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇറാനിലെ ഗവൺമെൻറ്റിനെതിരായിട്ട് പ്രൊട്ടസ്റ്റ് ചെയ്തതാണ്. ഇൻ്റർനെറ്റോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇത് പുറം ലോകം അറിയുന്നില്ല. അവിടെ ഇൻ്റർനെറ്റ് ബാൻ ചെയ്തിരിക്കുകയാണ്, അവിടെ കട്ടായിപ്പോയി. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റില്ല, അവിടെ നടക്കുന്ന കാര്യങ്ങൾ, ആരെ കൊല്ലുന്നു, ആരെ അറസ്റ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങൾ ആർക്കും അറിയാൻ പാടില്ല. ഇറാൻ ഗവൺമെൻറ് അവിടുത്തെ ആൾക്കാരോട് എങ്ങനെയാണ് ഇടപെടുന്നത്? അതിനെ സംബന്ധിച്ച് പറയുന്നത് ചില കുറ്റങ്ങൾ അത് ചെയ്യാത്തതായിരിക്കും അവർ. ഇതിൽ പറയുന്നതായിരിക്കുന്ന ഈ റെസ്ലർ സാലെ മുഹമ്മദി, അവൻ ആ കുറ്റം ചെയ്തിട്ടില്ല എന്ന് പല പ്രാവശ്യം ആവർത്തിച്ചു എന്നാണ് പറയുന്നത്.
എന്നിട്ടും അതിനെ കേൾക്കാതെ പല ടോർച്ചറിങ്ങിലൂടെ കടത്തിവിട്ട് ഇവരെ കൊണ്ട് കുറ്റം സമ്മതിപ്പിക്കുകയാണ് കോടതിയുടെ മുൻപിൽ. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, ഇവരെ കുറ്റക്കാരായിട്ട് ഇവരെ ശിക്ഷ വിധിക്കുന്നത് എന്നാണ് പറയുന്നത്. ഇത് അവിടെയുള്ള തന്നെ ഇറാനിയൻ ഹ്യൂമൻ റൈറ്റ്സ് സംഘടനയിൽ പ്രവർത്തിച്ചിട്ടുള്ള ആൾക്കാർ തന്നെ പറയുന്നതാണ്. അതിൻ്റെ ഡയറക്ടറായിട്ടൊക്കെ ഇരുന്നിട്ടുള്ള ആൾക്കാർ തന്നെ പറയുന്നതായ കാര്യമാണ് അവിടെ നടക്കുന്ന കാര്യം ഇതാണെന്നുള്ളത്. ടോർച്ചർ ചെയ്ത് നിർബന്ധിച്ച് അവരെ കൊണ്ട് കുറ്റം സമ്മതിപ്പിക്കുക. ഈ 3 യുവാക്കളുടെ കാര്യത്തിലും അങ്ങനെ തന്നെയാണെന്നാണ് പറയുന്നത്. 3 പേരുടെയും കാര്യത്തിൽ വിധി എന്ന് പറയുന്നത് പരാജയമാണ് എന്നാണ് അതിനെ സംബന്ധിച്ച് പറയുന്നത്. യുദ്ധം തുടങ്ങിയ ശേഷം പിന്നീട് ഇവരാരും പ്രൊട്ടസ്റ്റിനായിട്ട് ഇറങ്ങുന്നില്ല. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ വലിയ കില്ലിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ ആൾക്കാരെയൊക്കെ പിടിച്ച് ഇങ്ങനെ പ്രൊട്ടസ്റ്റ് ചെയ്യാനായിട്ട് സാധ്യതയുള്ളവരെയും പ്രൊട്ടസ്റ്റ് ചെയ്യുന്നവരെയൊക്കെ എന്ത് ചെയ്യുന്നു, രഹസ്യമായിട്ട് പിടിച്ച് കൊല്ലുന്നതായിരിക്കുന്ന ഒരു രീതി അവിടെ ഉണ്ടെന്നാണ് പറയുന്നത്. പട്ടാളത്തിൻ്റെ കയ്യിലേക്ക് എല്ലാ അധികാരം ചെന്നിരിക്കുന്ന ഈ യുദ്ധ സമയത്ത് അവർ പ്രൊട്ടസ്റ്റിന് ഇറങ്ങിക്കഴിഞ്ഞാൽ അവർക്ക് പിന്നെ ഒന്നും ചിന്തിക്കേണ്ടി വരികയില്ല, അവരെ വെടിവെച്ച് കൊന്നുകളയും. അത് വിജയിക്കലെന്നുള്ള കാര്യം അവർക്കറിയാം അവിടുത്തെ ജനങ്ങൾക്ക്. അതുകൊണ്ടാണ് അവരെന്ത് അടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ടാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് കൂടെ പറയുന്നുണ്ട്, ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട്, നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ഈ അവസരം മുതലെടുത്തിട്ട് നിങ്ങൾ പ്രൊട്ടസ്റ്റ് ചെയ്യുക, നിങ്ങൾ ഈ ഭരണകൂടത്തിനെതിരായിട്ട് തിരിയുക, അവിടെ റെജീം ചേഞ്ച് കൊണ്ടുവരിക, എന്ത് സപ്പോർട്ട് ഞങ്ങൾ ചെയ്തു തരാൻ, ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ട്രംപ് പല ആവർത്തിക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്കുള്ള സമയമാണെന്നുള്ള നിലയിൽ. പക്ഷേ അവിടുത്തെ ജനം എന്ത് ചെയ്തിട്ടില്ല, അങ്ങനെ ഒരു ചാൻസ് എടുക്കാനായിട്ട് തയ്യാറായില്ല എന്നുള്ളത്. അതിൻ്റെ കാര്യം ഈ ഫിയറാണ്. അതായത് ഇപ്പോൾ ഈ 3 പേരുടെ കാര്യം പുറത്തു വന്നതാണ്. പുറത്തു വരാത്തതായിരിക്കുന്ന അനവധി ഹാങ്ങിങ്, ഇങ്ങനെ പരസ്യമായിട്ട് ഹാങ് ചെയ്ത് കൊല്ലുന്ന രീതികൾ സംഭവിച്ചിരിക്കാമെന്നാണ് പറയുന്നത്. നെതന്യാഹു തൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, ഞങ്ങൾ ഈ യുദ്ധം തുടങ്ങുന്ന സമയത്ത് ഞങ്ങൾക്കൊരു ലക്ഷ്യമുണ്ടായിരുന്നു, അവിടുത്തെ റെജീം ചേഞ്ച് ആയിരുന്നു. ഇപ്പോൾ ഞങ്ങൾക്ക് ഒരു കാര്യം അറിയാം, ഒരു റെജീം ചേഞ്ച് സാധ്യമല്ല എന്നുള്ളത്. അതിന് അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, ഒരു റെജീം ചേഞ്ച് സംഭവിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഗ്രൗണ്ട് ട്രൂപ്പ് ഇറങ്ങിയാൽ മാത്രമേ റെജീം ചേഞ്ച് സംഭവിക്കുകയുള്ളൂ. ഞങ്ങൾ ഇറാനിൽ ഒരു ഗ്രൗണ്ട് ട്രൂപ്പായിട്ട് കണ്ടത് അവിടുത്തെ ജനങ്ങളെയാണ്. യുദ്ധം പൊട്ടിപ്പുറപ്പെട്ട സമയത്ത് ഞങ്ങൾ കരുതി അവിടുത്തെ ജനങ്ങൾ ആ ഓപ്പർച്യൂണിറ്റി ഉപയോഗിക്കുമെന്നാണ് കരുതിയത്. എന്നാൽ അവരത് ഉപയോഗിച്ചില്ല, അവർക്കതിനുള്ള ധൈര്യം ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ ഒരു റെജീം ചേഞ്ച് ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നില്ല എന്നാണ് പറഞ്ഞത്. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതാണ്, അതെ, അവിടുത്തെ ജനങ്ങളെ തന്നെ ഒരു ഗ്രൗണ്ട് ട്രൂപ്പായിട്ട് ഉപയോഗിച്ചുകൊണ്ട് അവിടെ ഒരു ഭരണമാറ്റം കൊണ്ടുവരാനാണ് ഇവർ ശ്രമിച്ചത്. പക്ഷേ ഇറാൻ ഇങ്ങനെ ഇടപെടുന്നത് കൊണ്ട് അവിടുത്തെ ജനങ്ങളിലുണ്ടായ ഫിയർ, അത് കാരണം അവർ പിന്നോട്ട് പോയി എന്നുള്ളതാണ്.